ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇടയാക്കിയ ആ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചു കൊള്ളട്ടെ. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം: ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വചനവുമായിട്ട് തിരുമുൻപിലിരിക്കുമ്പോൾ ഹല്ലേലൂയ, വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിവാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഇന്ന് പകൽക്കാലം അവിടുന്ന് ഒരുക്കിയെടുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ആദ്യം എടുക്കുന്നത്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാനായിട്ട് ഞങ്ങളെ ഉപദേശിക്കണമേ. നമുക്കറിയാം, ഒരു സംഖ്യ നമ്മൾ എണ്ണുമ്പോൾ ഇപ്പം ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ 1 2 3 4 5 എന്ന് പറയുമ്പോൾ 1 to 100 ആണ് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സുകളിലായിരിക്കുന്ന കുഞ്ഞു തൊട്ട് തന്നെ 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ വളരെ വേഗത്തിലാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോൾ 1 2 3 4 വല്ല 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ വളരെ സ്പീഡിൽ പറയുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആമേൻ സ്തോത്രം ആ പറയുന്നത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ആമേൻ സ്തോത്രം ഇവിടെ ദൈവവചനം നമ്മളോട് പറയുമ്പോഴും നമ്മുടെ നാളുകൾ എത്ര ചുരുക്കമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പറയുന്ന ആ ഒരു ക്രമത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ആമേൻ സ്തോത്രം നമ്മുടെ ആയുസ്സിൻ്റെ ആ ദൈർഘ്യമുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലല്ലേ, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണാനായിട്ട്. ഹല്ലേലൂയ. റീ ബനശ്വര ഗതവസ്തരാ ധുരക്കന. ഇന്ന് നമുക്ക് പേപ്പറുകളിലും ഹല്ലേലൂയ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയകളിലൊക്കെ നോക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ അല്ലെന്നുള്ള യൗവനക്കാർ നിരവധിയായിട്ട് ഈ ഭൂമിയുടെ പരപ്പ് വിട്ട് മാറിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റീ ഖബാനശ്വര ഗതവസ്തരാജല ധുരക്കന. ഒരു രോഗവുമില്ലാതെ ഹല്ലേലൂയ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ ഇല്ലാതെ ഇരിക്കുന്ന നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്ന യൗവനക്കാര് ഹല്ലേലൂയ ഈ ഭൂമിയുടെ പരപ്പ് വിട്ട് മാറുക എന്ന് പറയുമ്പോൾ ആമേൻ നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കണക്കുകൂട്ടലുകൾ ഹല്ലേലൂയ നടത്തിയിട്ടുണ്ട്. ഇനി ആ കുഞ്ഞിൻ്റെ ഒരു നല്ല സമയം വരെയുള്ള ഇന്നത് പഠിപ്പിക്കണം, ഇന്നതുപോലെ കായിത്തീരണം, ഇന്ന തരത്തിലുള്ള വിവാഹം നടത്തണം, ഇന്നതുപോലൊക്കെ ഒരു വീട് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞുങ്ങളുണ്ടായി കാണണം. ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് അതിര് വയ്ക്കാതെ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ വയ്ക്കുമ്പോൾ ആമേൻ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആമേൻ നമ്മുടെ ആയുസ് എത്ര ചുരുക്കമാണെന്നും ആമേൻ സ്തോത്രം അതിൻ്റെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ നമ്മളെ അത് മനസ്സിലാക്കി തരുമ്പോൾ നമ്മളത് മറന്നിട്ടാണ് നമ്മുടെ പ്രവർത്തികൾ പലതും നടക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു, ഈ ദിവസങ്ങളിലൊക്കെ ഇടിമിന്നലുകളിൽ ആമേൻ സ്തോത്രം അനേകരെ ഈ ഭൂമിയുടെ പരപ്പ് വിട്ട് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഒരു കാലത്ത് തെങ്ങയിലോ
കല്ലേലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഉയരം കൂടിയ മരത്തേലോ ഒക്കെ ഇടിയേശി അങ്ങ് പോകുമായിരുന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം വെട്ടി നശിപ്പിക്കുന്നതും ആർക്കും ഇതൊന്നും വെച്ച് വളർത്തുവാനായിട്ടുള്ള സ്ഥലപരിമിതികളും ഒന്നും ഇല്ലാത്തത് മൂലം അതുപോലെയുള്ള ഉയരം കൂടിയതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ട് സ്തോത്രം, ഈ മിന്നലുകൾ മനുഷ്യരുടെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. 4 കുഞ്ഞുങ്ങളെ ഒന്നിച്ച് മിന്നലേൽക്കുകയും ഹല്ലേലൂയ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ സ്തോത്രം മിന്നലിൻ്റെ ആഘാതത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. അതുപോലെ അനേക കുഞ്ഞുങ്ങൾ സ്തോത്രം അശ്രദ്ധമായിട്ട് റോഡുകളിൽ കൂടെ ഡ്രൈവ് ചെയ്യുകയും വണ്ടി ഓടിക്കുകയും സ്തോത്രം മറ്റുള്ളവരുടെ മുൻപിൽ കസർത്തുകൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനേകരുടെ ജീവനുകൾ ഈ ദിവസങ്ങളിൽ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യനെ ദൈവം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നീ ഇത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, നീ എന്തൊക്കെ വിചാരിച്ചാലും, നീ എന്തൊക്കെ ആകുമെന്ന് ആഗ്രഹിച്ചാലും നിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരണമെന്നുണ്ടെങ്കിൽ റിബാനശ്വര ഗതവസ്തരാതില തുരകന ഹല്ലേലൂയ, നീ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയപ്പെട്ടെങ്കിൽ മാത്രമേ നിനക്കതിന് സാധ്യമാകൂ എന്ന് ഇവിടെ ദൈവവചനം പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റേഖബാനശ്വരഗതവസ്തുര, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. അപ്പം നാളുകളെ എണ്ണുവാനായിട്ട് നാം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറയാം 50 വർഷം ജീവിച്ചു, 60 വർഷം ജീവിച്ചു, 70 വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മളിപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ ആ ഒരു സംഖ്യ കണക്ക് എണ്ണുന്ന ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാളുകളെന്ന് ദൈവവചനം നമ്മെ വീണ്ടും 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 ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് നന്നാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. 7, 10 ഏറെയായാൽ 80 മാത്രം. ഹല്ലേലൂയ. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു എത്രമാത്രം ഒരു മനുഷ്യൻ ഓടുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എവിടം വരെ പോകുമെന്ന് സ്തോത്രം, അല്ലെങ്കിൽ രാവിലെ വിരിഞ്ഞ് വൈകിട്ട് വാടിപ്പോകുന്ന, അതായത് ജനിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഈ ഭൂമിയുടെ പരപ്പ് വിട്ട് മാറുന്നതായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പം നമുക്കൊരു അതിർത്തി വരമ്പ് നിശ്ചയിച്ച് സ്തോത്രം ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. റീഖബാനശ്വരഗതവസ്തര, ഒന്നുകൊണ്ടും നീ അഹങ്കരിക്കുവാനായിട്ട് നിനക്കില്ല എന്നുള്ള പരമമായിട്ടുള്ള ഒരു സത്യം ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. റഖബനശ്വരഗതവസ്തരാതിൽ തുരക്കനെ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ എന്ന് പറയുമ്പോൾ സ്തോത്രം, നീ എത്ര ചെറുതാണെന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ എന്ത് പ്രാപിക്കണം? നീ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണം. ഹെറബനശ്വരഗതവസ്തരാതിൽ തുരക്കനെ, ജ്ഞാനമുള്ള ഒരു ഹൃദയം, വിവേകമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നീ എത്ര ക്ഷണികനാണെന്ന് ആ സത്യം നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. റിഖബാനശ്വരഗതവസ്തര ഹല്ലേലൂയ. എത്ര വലിയ വിദ്യാഭ്യാസമുണ്ടെന്നുണ്ടെങ്കിൽ സ്തോത്രം, ചിലർക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള ഡിഗ്രികൾ കാണും, അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ PhDകൾ കാണും, സ്തോത്രം ഡോക്ടറേറ്റുകൾ, അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിൽ ഉപരിയായിട്ടുള്ള പല പല വിദ്യാഭ്യാസവും എന്തോന്നും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ജ്ഞാനത്തോടും വിവേകത്തോടുകൂടെ ഒരു പെരുമാറ്റ ചട്ടമില്ല എന്നുണ്ടെങ്കിൽ സ്തോത്രം ഇതെല്ലാം നീ പഠിച്ചതും അഭ്യസിച്ചതുമെല്ലാം വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയാണ്. ഹല്ലേലൂയ. അതൊന്നും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് തന്നെ പ്രയോജനപ്പെടുന്നതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേടിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു രാജ്യം ഭരിക്കണം. ഹല്ലേലൂയ. വിവേകത്തോടുകൂടെ ഒരാളോട് എങ്ങനെ പെരുമാറണം, സ്തോത്ര സമൂഹത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകണം. സ്തോത്രം ഹേ റിബനശ്വര ഗതവസ്തുര, നമ്മുടെ എല്ലാ മേഖലകളിലും നാം എന്തായിരിക്കണമെന്ന് സ്തോത്രം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വിവരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ റിബാശ്വര ഗതവസ്തുര, ഒരു ജ്ഞാനമുള്ള ഹൃദയത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. റിഖബിയനശ്വര ഗതവസ്തുര തുരക്കന, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ കൂട്ട് ആകുവാൻ
ചെയ്യുവാനായിട്ടല്ല, ബുദ്ധിയോടുകൂടെയും വിവേകത്തോടുകൂടെയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് നാം പഠിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാമല്ലോ, എല്ലാ മനുഷ്യരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഹല്ലേലൂയ. എന്നേക്കാൾ വലുതായിട്ട് വേറെ ആരും ഉണ്ടാകരുത്. ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ അവൻ സ്തോത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. റിഖബാശരഗതവസ്ത്ര. പ്രിയ ദൈവ പൈതലെ, നീ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വരുവാനായിട്ട് ചിലപ്പം അതിന് സാധിച്ചില്ല എന്ന് വരും. ഹെറബിയനശരഗതവസ്ത്രാദലദുരകന. അവൻ സ്തോത്രം. അപ്പം അങ്ങനെയൊക്കെ സാധിക്കത്തില്ല എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ ഇതിനെ തിരിച്ചറിയാനായിട്ടുള്ളൊരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ലഖബിയനശ്വരഗതവസ്ത്ര. ജ്ഞാനമുള്ള ഒരു ഹൃദയം അവൻ ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, അതായത് വളരെ കഷ്ടതയുടെ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടാണ് ഓരോ വ്യക്തികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആമേൻ സ്തോത്രം, നമ്മുടെ വിവേകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഒരിക്കലും കരകയറാൻ പാടില്ലാത്തതായിട്ടുള്ള കുഴിയിലേക്ക് നമ്മൾ വീണു പോകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന് ധാന്യമൊന്നും കിട്ടാതെ വരുമ്പോൾ അത് ധാന്യമണികളെ ശേഖരിച്ചു വെക്കുമെന്നാണ് പറയുന്നത്. അവൻ സ്തോത്രം. അപ്പം നമ്മുടെയും ജീവിതത്തിനകത്ത് അടുക്കും ചിട്ടയോടും കൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നടത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമൻ സ്തോത്രം കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് നമ്മുടെ തലമുറയെ നമ്മൾ നോക്കുമ്പോൾ ആമൻ സ്തോത്രം ആരോടും കടപ്പാടില്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ തലമുറകളെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്തം ജയമെടുക്കട്ടെ. ആരോടും ഒരു കടപ്പാടുമില്ലാതെ അമ്മ ഏതാണെന്നറിയത്തില്ല, അപ്പനേതാണെന്നറിയത്തില്ല, സഹോദരനെ അറിയത്തില്ല, സഹോദരിയെ അറിയത്തില്ല, ബന്ധുക്കാരെ അറിയത്തില്ല, നാട്ടുകാരെ അറിയത്തില്ല, വീട്ടുകാരെ അറിയത്തില്ല. എന്തു പെരുമാറണം, എവിടെ പെരുമാറണമെന്നറിയത്തില്ല. റോഡേ കൂടെ പോയാൽ അതിൻ്റെ മര്യാദകൾ അറിയത്തില്ല. അവൻ സ്തോത്രം മറ്റൊരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ മര്യാദകൾ അറിയത്തില്ല. ഒന്നുമല്ലാതെ ഹല്ലേലൂയ നിഗളിച്ച് നടക്കുന്ന ആമേൻ സ്തോത്രം ഒരു തലമുറയെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഹേറബനശ്വരഗതവസ്ത്ര. എന്തിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്? ജ്ഞാനമുള്ള ഒരു ഹൃദയത്തിൻ്റെ കുറവ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. വിവേകമുണ്ടെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഏത് കാര്യങ്ങളെയും ആമേൻ നമ്മുടെ ആ ശക്തി കൊണ്ട് നമുക്കത് നല്ലതാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ നാളുകൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. റേഖബാനശ്വരഗതവസ്ര. എന്നെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ജീവനോടായിരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്നുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. റേഖബാന ശന്തര ജലധരകന ഹസ്തര ജലധുരകന. നമ്മുടെ ജീവിതം ആമേൻ സ്തോത്രം നമ്മൾ പിടിക്കുന്ന പിടിയിൽ കൂടൊന്നും ആയിരിക്കുകയില്ല പോകുന്നത്. പലർക്കും ആമേൻ സ്തോത്രം തങ്ങൾ ഇച്ഛിക്കുന്നതായിട്ടുള്ള രീതിയിൽ ആമേൻ സ്തോത്രം മുന്നേറുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ വഴികൾ അടയുമ്പോൾ വേറൊരു വഴി നമുക്ക് വേണ്ടി തുറന്നു തരുന്നൊരു ദൈവമാണ്. ഹറിബി അനസീതരക്കന. ചിലർ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകും, ചിലർ അത്തരം വഴികളെ തള്ളിക്കളയുവാനായിട്ടും ഇടയായിത്തീരും. അപ്പം നമുക്ക് വേണ്ടുന്ന ജ്ഞാനമാണ്. ഇപ്പോൾ ഒരു ജോലി നഷ്ടം, ഇപ്പോൾ ഗൾഫിലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കും അനേകർക്ക് ഇപ്പോൾ ജോലികൾ നഷ്ടപ്പെടുകയാണ്. അപ്പം തങ്ങൾ ചെയ്തിരിക്കുന്ന ജോലി മാത്രമേ ഇനിയും ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഹല്ലേലൂയ മുന്നോട്ട് പോകത്തില്ല, നമ്മൾ താഴേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അതിനപ്പുറത്ത് വേറൊരു തരത്തിലുള്ള ജോലിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ
സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞെങ്കിൽ ആമേൻ സ്തോത്രം, നമുക്ക് ആ തോൽവി എന്തെന്നറിയാതെ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കും. ഹേറബനശ്വരഗതവസ്ത്ര. അപ്പം ജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ മനസ്സിലാക്കിയിട്ട് അല്ല ഈ ജോലി ആയാലും മതി, എനിക്കിതിനകത്തും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുമെന്ന് അത് മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നമുക്കതിനകത്തൂടെ മുന്നേറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മളത് എണ്ണിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ സ്തോത്രം. എത്രയോ പേര് നിൽക്കുന്ന നിപ്പിൽ ഹല്ലേലൂയ, ചെറുപ്പക്കാരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇപ്പോൾ അറ്റായിക്കാണെന്നാണ് പറയുന്നത്, നിൽക്കുന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അനേക കുഞ്ഞുങ്ങൾ ഇങ്ങനെ മാറ്റപ്പെട്ടു. രഖബിയനശ്വരഗതവസ്തരാജലതുരക്കന എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ട് ആമൻ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ്. റഖബിയന സീതരക്കന. അതുകൊണ്ട് ദൈവ പൈതലെ, ഈ ദിവസങ്ങൾ അത്യന്തം ദുഷ്കാലമാകയാൽ റഖബിയന സീതരഖന ഹസ്തരാജ കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും നമ്മെ പിടിക്കുമെന്ന് നമുക്ക് ഹല്ലേലൂയ വചനം നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. അല്ലെ, ഇന്നതുപോലത്തെ കാലങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്ന് വചനം നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് റീഖബാശര ഗതവസ്ത്ര ഒരുവന് വേണ്ടി ഒരുവൻ ഇടിവ് നിന്ന് പ്രാർത്ഥിച്ച് റീഖബാശര ഗതവസ്തേ റിഗലഹസ്തരാജല ഉപവാസത്താലും പ്രാർത്ഥനയാലും റീഖബാ ലിഹാൻ നീ അനസി ദരഹാലകനയാസ നമുക്ക് എതിരെ നിൽക്കുന്ന അന്യായ ബന്ധനങ്ങളെ ആമേൻ അറുത്തു മാറ്റേണ്ടത് ഈ ദിവസങ്ങളിൽ അത്യാവശ്യമത്രേ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഓരോ ദിവസത്തെ പേപ്പർ എടുക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ന്യൂസുകൾ കാണുമ്പോൾ വിവിധ തരത്തിലാണ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം വ്യക്തി ജീവിതങ്ങൾ നിൽക്കുന്ന നിപ്പിൽ മാറ്റപ്പെടുന്നത്. റേഖബാനശ്വര എൻ്റെയും ആമേൻ അതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിനകത്ത് ഇത് തന്നെയാണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ഞാനിപ്പം പറയുകയാണ് ഹല്ലേലൂയ 100 വയസ്സ് വരെ എനിക്കിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അടുത്ത നിമിഷത്തിലായിരിക്കാം ഹല്ലേലൂയ ഒരറ്റായിക്ക് വന്ന് നമ്മൾ മാറ്റപ്പെടുന്നത്. റഖബിയനശ്വര ഗതവസ്തരാജലത്തിന് പ്രത്യേകിച്ച് രോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ക്യാൻസർ രോഗമാണ് ഏറ്റവും മാരകമായ രോഗമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇന്ന് പോകും നാളെ പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളൊക്കെ അനേക വർഷങ്ങൾ ഹല്ലേലൂയ ഈ ഭൂമിയുടെ വരപ്പിൽ ജീവിച്ചിരുന്നെന്നും വരും. എന്നാൽ ഒരു രോഗവുമില്ലാത്തവൻ നിൽക്കുന്ന നിപ്പിൽ മാറ്റപ്പെട്ടെന്നും വരും. ഹെറബിയനശ്വരഗതവസ്ര ഇങ്ങനെയുള്ളതായിട്ടുള്ള കുറച്ച് സത്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് അത് പഠിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് പക്വമായ ഹല്ലേലൂയ ആമേൻ ആ രീതികൾക്കകത്തുകൂടെ മുൻപോട്ട് പോകുവാനായിട്ട് വചനം നമുക്കൊരു മുന്നറിയിപ്പും കൂടെ ഇവിടെ തരികയാണ്. റഖബിയനശ്വരഗതവസ്ര നാളുകളെ എണ്ണുവാൻ 1 2 3 4 5 6 7 8 9 10 ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ റീഖബിയനസീദരഖന ഹസ്തരാജലതുരഖന ഹദിബിയനശ്ശര ഹദിയന ഹല്ലേലൂയ ഈ എണ്ണപ്പെട്ട ദിനങ്ങൾക്കകത്ത് ദൈവ പൈതലെ നിന്നെ കൊണ്ട് ദൈവത്തിന് എന്തു ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ എല്ലാവരെയും പണം കൊടുത്തൊന്നും സഹായിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരുവന് വേണ്ടി ഒരുവന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ അല്ലെന്നുണ്ടെങ്കിൽ ഒരാവശ്യത്തിൽ ഇരിക്കുന്നവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞിട്ട് ആമേൻ സ്തോത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. പള്ളിയിൽ പോകാൻ ഇറങ്ങുന്ന ഒരു വ്യക്തി ജീവിതം, നീ ഒരു കാറിലാണോ പോകുന്നത്, വേറൊരാൾ നടന്നു വരുന്നുണ്ടോ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ വണ്ടി നിർത്തിയിട്ട് ആ നടന്നു പോകുന്ന വ്യക്തിയെ കൂടെ ഹല്ലേലൂയ ആ വണ്ടിക്കകത്തൊന്ന് കയറ്റി പള്ളിക്കകത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. റഖീബനസീദരകന ദൈവവചന പ്രകാരം ജ്ഞാനമുള്ള ഹൃദയം ഹറിബിയനശ്വരഗതവസ്ല ലോകപ്രകാരം ജ്ഞാനമുള്ള ഹൃദയമുണ്ട്. ഹല്ലേലൂയ ഒത്തിരി ഉണ്ടാക്കണം, ബാങ്ക് ബാലൻസ് വേണം, വസ്തുവകകൾ വാങ്ങിച്ചു കൂട്ടണം, ഒരാളെ ഡോക്ടറാക്കണം, ഒരാളെ എഞ്ചിനീയർ ആക്കണം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഞാൻ ഈ ദേശത്തിൻ്റെ മന്ത്രിയായിട്ടിരിക്കണം. ഹേറബിയനശ്വരഗതവസ്ല ലോകപ്രകാരമുള്ള ജ്ഞാനം പ്രാപിക്കുകയാണ്. രക്തം ജപ ഇന്ന
ഇന്നതിനകത്ത് ഞാൻ മുൻപന്തിയിൽ ആയിരിക്കണം. ഹല്ലി കബാനശ്വരകർ. എന്നാൽ വചനപ്രകാരമുള്ള ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കുവാനായിട്ട് എനിക്ക് എത്രയും പറ്റുമോ അത്രയും ഞാൻ അനുസരിക്കുവാനായിട്ട് തയ്യാറാകുമെന്ന് ആമേൻ ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന എണ്ണപ്പെട്ട ദിനങ്ങളെ ഉള്ളൂ എനിക്കൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ റീ കബാഷർ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കുവാനും മറ്റുള്ളവരുടെ അനുകമ്പ തോന്നുവാനും ആമേൻ അവരുടെ ജീവിതത്തിനകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഹേരഭാഷര കദ്ധീല ഗാന സത്തര ജലതുരക്കന ആമേൻ സൂത്ര. അപ്പം ദൈവവചനം നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് റഖി ബനശ്വര ഗതപസ്തര ജലതുരക്കന ജ്ഞാനമുള്ള ഹൃദയം ആമേൻ എങ്ങനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് എപ്രകാരം നമുക്ക് അത് പ്രായോഗികമാക്കുവാനായിട്ട് സാധിക്കും. അമൻ സ്തോത്രം. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാളുകളെ എണ്ണിയാൽ മതി എന്നാണ് പറയുന്നത്. നമ്മുടെ നാളുകൾ എണ്ണിയാൽ മതിയെന്ന് പറയുമ്പോൾ നീ എത്രമാത്രം ചെറുതാണെന്ന്, നിന്നെ കൊണ്ട് എന്തോ പറ്റുന്നതെന്നും പറ്റാത്തതെന്നും ആമേൻ ആ ഒരു സത്യം നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ജ്ഞാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് മാറി എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വചനമെടുത്ത് ചുമ്മാതെ കുറേ വായിച്ചു ഹല്ലേലൂയ, അല്ലെന്നുണ്ടെങ്കിൽ കുറേ പേരുടെ മെസ്സേജുകൾ കേട്ടു, അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം പലയിടത്ത് പ്രാർത്ഥനകൾക്ക് പോയി എന്നിട്ടും ജീവിതത്തിൽ മാറ്റങ്ങളില്ലാതെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവവചനം ഓർമ്മിപ്പിക്കേണ്ട. നീ ഇന്നു മുതൽ നിന്റെ ഹല്ലേലൂയ ജീവിതം എത്രമാത്രം ചെല്ലുവെന്നൊന്ന് എണ്ണി നോക്കിക്കേ. രക്തം ജയമെടുക്കട്ടെ. ആമൻ സ്പീഡിൽ പറയുന്നവരെ ആമൻ ചിലപ്പോൾ 1 സെക്കൻഡിനുള്ളിൽ പറയും, ഇച്ചിരി സ്ലോയിൽ പറയുന്നവരെ ഒരു 5 മിനിറ്റ് എടുത്തെന്നിരിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെയുമായിട്ടൊക്കെ ആമേൻ ഈ വലിയവരും ചെറിയവരും ആമേൻ മിടുക്കരല്ലാത്തവരും എല്ലാം ഈ ഭൂമിയുടെ വരപ്പ് വിട്ട് മാറേണ്ടതാണ് എന്നുള്ള ഒരു സത്യം ദൈവം നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഇതിനകത്തു കൂടെയാണ് നീ ഒരു ജ്ഞാനം പ്രാപിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. നീ എത്രമാത്രം ചെറുതാണ്. നീ ആമേൻ സ്തോത്രം ഞാൻ എല്ലാവരിലും ഉന്നതനാണെന്ന് അഹങ്കരിക്കാതെ നികള മനോഭാവത്തെ വിട്ടിട്ട് ആമേൻ സ്തോത്രം എളിമയുടെ പാപത്തെ ധരിക്കണമെന്ന് ദൈവവചനം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാനായിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണം. ഹേരബനശ്വരഗതവസ്തുര. പലരും ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം ആത്മഹത്യ എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം ആത്മഹത്യ ചെയ്യുവാനായിട്ട് ആരെങ്കിലും തയ്യാറെടുത്ത് എവിടെങ്കിലും നിന്ന് ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ ഓർക്കണം. ഹേരബനശ്വരഗതവസ്തുര. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഇരിക്കുന്നവർക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് എല്ലാം ഹറിബിയനശ്വര അവരുടെ ആയുസ് എവിടം വരെ ചെല്ലുമോ അത്രയും കാലം ഇതൊരു വേദനയായിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹേരബനശ്വരഗതവസ്തുര. എത്രയോ രോഗികൾ അതിവേദനയിൽ ഇരിക്കുന്നവർക്ക് അവർ ആത്മഹത്യ ചെയ്യണമെന്നല്ല ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നത് ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ്. എന്നാൽ 2 കൈക്ക് സ്വാധീനമുള്ളവരെ, 2 കാലിന് സ്വാധീനമുള്ളവരെ, കേൾവിയുള്ളവരെ, സംസാരശേഷിയുള്ളവരെ, ആരോഗ്യമുള്ളവരെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയാതെ നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തെറ്റായ തീരുമാനത്തിലേക്ക് പോകത്തില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി പോകുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെതായിട്ടുള്ള ശക്തി നശിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പലതരത്തിലുമുള്ള
എടുത്ത ചാട്ടങ്ങൾക്കകത്തോട്ട് എടുത്ത് ചാടുവാനായിട്ട് ഇടയായിത്തീരും. അത് നമ്മുടെ ജീവിതത്തെ ആമേൻ സ്തോത്രം ഹേറബനഷ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുക മാത്രമല്ല ഇരിക്കുന്നവരുടെ ജീവിതത്തെ കൂടെ നശിപ്പിക്കുകയാണെന്നുള്ള ഓർമ്മ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവവചനത്തോട് ചേർന്ന് കഴിയുമ്പോൾ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആകെ സത്യവെളിച്ചം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ആമേൻ സ്തോത്രം ഇരുട്ടിൻ്റെ ആ അന്ധകാര ശക്തിയെ എടുത്തു മാറ്റിയിട്ട് ഈ യഹോവയാലുള്ള ജ്ഞാനത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെട്ട് കഴിയുമ്പോൾ രേഖഭാഷര ഗതവസ്തരാജല ധൂരകന ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആ യഹോവയുടെ ജ്ഞാനം നിറയപ്പെട്ടെങ്കിൽ മാത്രമേ ആമേൻ സ്തോത്രം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കൂ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിനകത്ത് വേദനകളുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിനകത്ത് ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കഷ്ടതകളുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവകൃപയാൽ ഈ കഷ്ടതകളെ ഈ പ്രയാസങ്ങളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. ചെറുപ്രായത്തിൽ മുതൽ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലും പള്ളിയിലും ഒക്കെ കൊണ്ടുപോയി ദൈവവചനം കേൾപ്പിക്കുന്നതിനകത്തുകൂടെ നമ്മുടെയൊക്കെ പ്രായത്തിലൊക്കെ ജീവിച്ചു വന്ന ആളുകൾ ഇന്നും ഹല്ലേലൂയ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഷ്ടതയുണ്ടെന്നുണ്ടെങ്കിലും ഹല്ലേലൂയ പ്രയാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടെ നേരിടുകയും ഇന്ന് ജനിക്കുന്ന തലമുറകൾ ഹല്ലേലൂയ രക്തം ചെവിട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ സാർ അടിച്ചു, ഹല്ലേലൂയ പേരൻസ് വഴക്ക് പറഞ്ഞു, അല്ല ഫോൺ കൊടുത്തില്ല. അവൻ ഒരു കൊച്ചു കുഞ്ഞൊക്കെ കണ്ട് കഴിഞ്ഞ ദിവസം അവൻ 10 വയസ്സേ ഉള്ളൂ, ഫോൺ കൊടുത്തില്ല. അവൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന്. അതിനൊക്കെ എന്തറിയാവുന്ന പ്രായമാണ്. ഈ മീഡിയകളിലൂടെയൊക്കെ കണ്ടുപഠിക്കുന്ന കേട്ടുപഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനമുള്ള ഹൃദയം ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. ഹറിബിയന സ്വയമായിട്ട് അത് കണ്ടുപിടിക്കുവാനായിട്ട് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ കൗൺസിലിംഗ് സെൻ്ററുകളിലോ ഹല്ലേലൂയ കൂടി നടക്കുന്ന സഭകളിലോ അതിനകത്തെ ബന്ധപ്പെട്ട ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു സമാധാനത്തെ പകരുന്ന വാക്കുകൾ അവരിൽ നിന്ന് ലഭിക്കുവാനും നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ആ പിടച്ചിലുകളെ ഒന്ന് ശാന്തമാക്കുവാനുമായിട്ട് അത് സഹായിക്കും. മെഹറഗി ബനശ്വര ഒരിടത്ത് ചെന്ന് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരാളുടെ അടുക്ക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീച്ചർ 2-3-4 ടീച്ചർമാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ 4 ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർമാരും പറയുന്നത് 3 പേര് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ പഠിപ്പിക്കുന്നതേ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ മനസ്സിലാകുന്ന ടീച്ചറെ നമുക്ക് നമുക്ക് പോയി കാണുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞതുപോലെ തന്നെ വേദപുസ്തകം എടുത്ത് അല്ലെങ്കിൽ വചനം പറയുന്നു എന്ന് പറയുന്ന എല്ലാവരുടെയും അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് സമാധാനം ലഭിച്ചെന്ന് വരത്തില്ല. നമുക്ക് സമാധാന വാക്കുകൾ പറയുന്ന വ്യക്തികളെ കണ്ടുപിടിച്ചിട്ട് ഹല്ലേലൂയ അങ്ങനെയുള്ളവരുടെ അടുക്കൽ പോയിട്ട് ഹല്ലേലൂയ ദൈവിക സമാധാനത്തെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ജ്ഞാനമുള്ള ഹൃദയം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ വളരെ ആവശ്യമാണ്. ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആമേൻ സ്തോത്രം സൈഡ് കൊടുത്തില്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ഹല്ലേലൂയ വടിവാളോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള മാരകായുധങ്ങളുമായിട്ട് ആക്രമിക്കുന്നതായിട്ടുള്ള ആക്രമണ വാസനയുള്ള ഒരു ലോകത്താണ് ആമേൻ സ്തോത്രം നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വാക്കുകൾ എപ്പോഴും മിതമായിട്ടായിരിക്കണം. ഹല്ലേലൂയ. എവിടെ പറയണം, എന്തു പറയണം ഒക്കെ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പറയാവൂ. കാരണം നാളുകൾ വളരെ ചുരുക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ചുരുക്കപ്പെട്ട നാളുകളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അത് ആ ചുരുക്കപ്പെട്ട നാളുകളിൽ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാളുകൾ ഹല്ലേലൂയ ഇത്രയുള്ളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ സ്തോത്രം അനേകായിരങ്ങളോട് നമുക്ക് തന്നിരിക്കുന്ന ഒരു നിമിഷമെങ്കിലും ഈ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് തക്കവണ്ണമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഒരു മാനസാന്തര രൂപാന്തരം വരുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിട്ട് ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.